അനുയായികളായി നമുക്ക് ക്രിസ്തുവിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടേതല്ലാതെ ക്രിസ്തുവിന് ലോകത്തിൽ മറ്റ് ശരീരമില്ല. സ്നേഹപൂർവ്വം മറ്റുള്ളവരെ പരിചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കരങ്ങളില്ല. നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് പാദങ്ങളില്ല. കരുണാപൂർവം ജനങ്ങളെ കടാക്ഷിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കണ്ണുകളില്ല. ആശ്വാസവചനങ്ങൾ ഉച്ചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് നാവുകളില്ല. സ്നേഹത്തിനായി ദാഹിക്കുന്ന ലോകത്തെ സ്നേഹിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് ഹൃദയമില്ല. പ്രപഞ്ചത്തിന്റെ കേന്ദ്രബിന്ദുവും പ്രകാശവുമായി മിശിഹായെ, ഞങ്ങളെ മുഴുവനായി അങ്ങേക്ക് സമർപ്പിക്കുന്ന ഞങ്ങളുടെ ജീവിത സമർപ്പണത്തെ കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ. ലോകത്തിൻ്റെ ദീപവും ഭൂമിയുടെ ഉപ്പും കരുണയുള്ളവരായി ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, അങ്ങയുടെ വത്സലപുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും പാപപരിഹാരത്തിനായി അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. യേശുവിൻ്റെ അതിദാരുണമായ പീഡകളെ പ്രതി, 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 യേശുവിൻ്റെ അതിദാരുണമായ പീഡകളെ പ്രതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ. നിത്യപിതാവേ, അങ്ങയുടെ വത്സല
പിതാവേ ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേൽ കൃപയായിരിക്കണമേ. 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 പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ. നിത്യപിതാവേ, അങ്ങയുടെ വത്സലപുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും രക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും പാപപരിഹാരത്തിനായി അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്ന യേശുവിൻ്റെ അതിദാരുണമായ പീഡകളെ പ്രതി, 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 യേശുവിൻ്റെ അതിദാരുണമായ പീഡകളെ പ്രതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ. നിത്യപിതാവേ, അങ്ങയുടെ വത്സലപുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും രക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും പാപപരിഹാരത്തിനായി അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്ന പിതാവേ ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേൽ കൃപയായിരിക്കണമേ. പിതാവേ
പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഈശോയുടെ തിരുരക്തമേ എന്നെ പൊതിയണമേ, ഈശോയുടെ തിരുരക്തമേ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ, ഈശോയുടെ തിരുരക്തമേ എന്നെ നയിക്കണമേ. ദൈവകരുണയുടെ ലുത്തിനിയ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ദയാപൂർവ്വം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, ലോകത്തിന്റെ വിമോചക, സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ, പരിശുദ്ധ തൃത്വത്തിന്റെ അഗ്രാഹ രഹസ്യമായ ദൈവകാരുണ്യമേ, അത്യുന്നതന്റെ സർവശക്തിയുടെ പ്രകടനമായ ദൈവകാരുണ്യമേ, അമാനുഷിക സൃഷ്ടികളിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ, ഇല്ലായ്മയിൽ നിന്നും നമ്മെ വിളിച്ച ദൈവകാരുണ്യമേ, പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ, അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, പാപത്തിന്റെ ദുരിതത്തിൽ നിന്ന് നമ്മെ ഉണർത്തുന്ന ദൈവകാരുണ്യമേ, സൃഷ്ടലോകത്തിൽ ഞങ്ങളുടെ നീതി കാരണമായ ദൈവകാരുണ്യമേ, ഈശോയുടെ തിരുമുറിവുകളിൽ നിന്നൊഴുകുന്ന ദൈവകാരുണ്യമേ, ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, കരുണയുടെ മാതാവായി അമല മനോഹരിയായ പരിശുദ്ധ മറിയത്തെ നൽകിയ ദൈവകാരുണ്യമേ, ദൈവരഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായ ദൈവകാരുണ്യമേ, സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടിതമായ ദൈവകാരുണ്യമേ, പരിശുദ്ധ കൂദാശകളിൽ പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ, മാമോദീസായിലും പാപസങ്കീർത്തനത്തിലും പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ, പൗരോഹിത്യത്തിലും ദിവ്യബലിയിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ, പാപികളുടെ മാനസാന്തരത്തിൽ വെളിപ്പെടുന്ന
കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്ന. പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കാരുണ്യം അനന്തവും അങ്ങയുടെ ദയ പറ്റാത്തതുമാണല്ലോ. ദയാപൂർവം ഞങ്ങളെ നോക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങൾ വലിയ പരീക്ഷകളിൽ മനമെടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് ഞങ്ങൾ വിധേയരാകട്ടെ. കാരുണ്യത്തിന്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ ഈശോ ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി. ക്രിസ്തുവിൽ സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് ഈ ദിവ്യബലിയിൽ പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മളിൽ നിന്ന് വേർപെട്ടുപോയ സകല മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ മഞ്ഞിലെ കുടുംബത്തിൻ്റെ നിയോഗത്തിന് വേണ്ടി, ഇന്ന് ജന്മദിനം സ്മരിക്കുന്ന നഥാനിയൽ ജോർജിന് ദൈവം നൽകിയ അനുഗ്രഹത്തിന് നന്ദിയും അർപ്പിച്ചുകൊണ്ടും ഇനിയും ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് യാചിച്ചുകൊണ്ടും പുത്തൻ വീട്ടിൽ ഷെല്ലിയുടെ കുടുംബ നിയോഗം സമർപ്പിച്ചുകൊണ്ടും നമ്മൾ ഈ ബലി അർപ്പിക്കുകയാണ്. എല്ലാ നിയോഗങ്ങളെയും വിശ്വാസത്തോടുകൂടി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന തീർച്ചയായും ദൈവം സ്വീകരിക്കും. അതാണ് ഇന്ന് നമ്മൾ പ്രത്യേകം സ്മരിക്കുന്ന
വിശുദ്ധ മോനിക്കയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുക. തിരുസഭയിൽ നിന്ന് വിശുദ്ധ മോനിക്കയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഒരു അമ്മയുടെ നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അതോടൊപ്പം തന്നെ ക്ഷയിക്കാത്ത വിശ്വാസത്തിൻ്റെയും ഒരു പ്രതീകമാണ് വിശുദ്ധ മോനിക്ക. വിശുദ്ധ മോനിക്കയുടെ ജീവിതം ഏറെ പ്രാർത്ഥന നിറഞ്ഞതും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഉള്ളിൽ മനസ്സ് വളരെയേറെ ഹൃദയശുദ്ധിയുള്ളതുമായിരുന്നു. ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ഫരിസേയരുടെ ആ ജീവിതത്തിലെ കാപട്യത്തെക്കുറിച്ചാണ്. പുറമേ അവർ നല്ലതാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി അവർ പെരുമാറുകയും ഉള്ളിൽ നിറച്ച് കാപട്യം നിറഞ്ഞ ഒരു ജീവിതശൈലി അവർ രൂപപ്പെടുത്തി. വിശുദ്ധ മോനിക തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവത്തെ കൈവിടാതെ കാത്തു സൂക്ഷിച്ചു. ഒരു സംശയം നിറഞ്ഞ ജീവിതശൈലിയായിരുന്നു വിശുദ്ധ മോനിക്കയുടെ ഭർത്താവിൻ്റേത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു നിമിഷവും ഒരു സ്വൈര്യവും വിശുദ്ധ മോനിക്കയ്ക്ക് ലഭിച്ചു. അതുപോലെ തന്നെ വിശ്വാസം ഇല്ലാതിരുന്ന ഈ മകൻ സെയിൻറ്റ് അഗസ്റ്റിൻ വിശുദ്ധ അമ്മയെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചു. അവസാനം മിലാനിലെ വിശുദ്ധ അംബ്രോസ് പറഞ്ഞു, നിന്റെ മകൻ കണ്ണുനീരിൻ്റെ ഈ മകൻ നിനക്ക് നഷ്ടപ്പെടുകയില്ല. അങ്ങനെ ഏറെ നാളത്തെ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥന വിശുദ്ധ മോനിക്കയുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു. അതോടൊപ്പം തന്നെ അഗസ്റ്റിൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു. ആ മകൻ ദൈവവിശ്വാസത്തിലേക്ക് വളർന്ന് ഇന്ന് തിരുസഭ പണ്ഡിതനായിട്ട് വിരാജിച്ചു. ഇന്ന് അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാളെ ഈ അമ്മയുടെ മകൻ്റെ സെയിൻറ്റ് അഗസ്റ്റിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ബലിയർപ്പിക്കുമ്പോൾ ജീവിതത്തിലെ കാപട്യം എല്ലാം അവസാനിപ്പിച്ച് ഹൃദയവിശുദ്ധിയോടുകൂടി ബലിയർപ്പിക്കാനുള്ള ദൈവാനുഗ്രഹം യാചിക്കുക. ഈ ബലി ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായ രീതിയിൽ അർപ്പിക്കുവാൻ ചെയ്തുപോയ നമ്മുടെ തെറ്റുകളെ കുറിച്ച് ഓർത്ത് മനസ്സ് വെച്ചേറ്റുക. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കേഴുന്നവരുടെ ആശ്വാസകനായ ദൈവമേ, തൻ്റെ പുത്രനായ അഗസ്റ്റിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി വിശുദ്ധ മോനിക്കയുടെ ഭക്തി നിർഭരമായ കണ്ണുനീർ കാരുണ്യപൂർവ്വം അങ്ങ് സ്വീകരിച്ചുവത് ഇരുവരുടെയും മധ്യസ്ഥ്യം വഴി ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് കരയുവാനും അങ്ങേ കൃപയുടെ ഔദാര്യം അനുഭവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവായ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ
ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലോ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, ഞങ്ങളുടെ കഠിനാധ്വാനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുതെന്ന് കരുതി രാപകൽ അധ്വാനിച്ചു. വിശ്വാസികളായ നിങ്ങളോടുള്ള ഞങ്ങളുടെ പെരുമാറ്റം എത്ര പവിത്രവും നീതിപൂർവവും നിഷ്കളങ്കവുമായിരുന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷികളാണ്. പിതാവ് മക്കളെ എന്ന പോലെ ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുശാസിക്കുകയും ചെയ്തു എന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അത് തൻ്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായ വിധം നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായല്ല, വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായാണ് നിങ്ങൾ സ്വീകരിച്ചത്. അതിന് ഞങ്ങൾ നിരന്തരം ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അവിടം തന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. കർത്താവെ, അവിടം തന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. കർത്താവെ, അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. കർത്താവെ, അവിടം തന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ പ്രഭാതത്തിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. അങ്ങയുടെ വലതുകൈ എന്നെ പിടിച്ചു നടത്തും. കർത്താവെ, അവിടം തന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഇരുട്ട് എന്നെ മൂടട്ടെ, എൻ്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായിത്തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും. കർത്താവെ, അവിടം തന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവവചനമിതാ ജീവദായക വചനമിതാ, മനുഷ്യപുത്രൻ മനസ്സിൽ വിതറും ദൈവവചനമിതാ, ദൈവവചനമിതാ. കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വാക്യം. അക്കാലത്ത് യേശു അരുളി ചെയ്തു: കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശരാണ്. അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നു എങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു. അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പ്രവാചകന്മാർക്ക് ശവകുടീരങ്ങൾ നിർമ്മിക്കുകയും നീതിമാന്മാരുടെ സ്മാരകങ്ങൾ അലങ്കരിക്കുകയും ചെയ്തുകൊണ്ട് പറയുന്നു: ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്നു എങ്കിൽ പ്രവാചകന്മാരുടെ രക്തത്തിൽ അവരോടുകൂടെ പങ്കാളികളാകുമായിരുന്നില്ല എന്ന്. അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ വധിച്ചവരുടെ സന്താനങ്ങളാണ് നിങ്ങൾക്ക് തന്നെ എതിരായി സാക്ഷ്യം നൽകുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ ചെയ്തികൾ നിങ്ങൾ പൂർത്തിയാക്കുക. കർത്താവിൻ്റെ സുവിശേഷം.
ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളെ നീക്കം ചെയ്യും. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും പേരിൽ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിശുദ്ധ മോനിക്കയുടെ ആണ്ടുതോറുമുള്ള തിരുനാളിൽ അങ്ങ് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നുവല്ലോ. അങ്ങയോട് കേടപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധയുടെ സ്മരണയ്ക്കായി ഈ കാഴ്ചദ്രവ്യങ്ങൾ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവൻ ഞങ്ങൾക്കൊന്നുപോലെ പാപമോചനവും രക്ഷയും പ്രദാനം ചെയ്യുമാറാകട്ടെ. തന്റെ കർത്താവായ ക്രിസ്തുവെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിനെ എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. അവിടുത്തെ സർവവും പുനരുദ്ധരിക്കുവാൻ തിരുവുള്ളമാവുകയും അവിടുത്തെ സമ്പൂർണ്ണതയിൽ നിന്ന് സ്വീകരിക്കുവാൻ ഞങ്ങളേവരെയും അനുഗ്രഹിക്കുകയും ചെയ്തു. എന്തെന്നാൽ അവിടുന്ന് ദൈവത്തിൻ്റെ രൂപത്തിലായിരിക്കെ തന്നെ ശൂന്യനാക്കുകയും അവിടുത്തെ കുരിശിലെ രക്തം വഴി സകലതിനും ശാന്തി കൈവരുത്തുകയും ചെയ്തു. അതിനാൽ എല്ലാറ്റിനും ഉപരിയായി അവിടുന്ന് ഉയർത്തപ്പെടുകയും അവിടുത്തെ അനുസരിക്കുന്നവർക്കെല്ലാം തന്നെ നിത്യരക്ഷയുടെ കാരണമായി തീരുകയും ചെയ്തു. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അഭിരാമം ആലപിക്കുന്നു. നിറഞ്ഞു
സർവവിശുദ്ധിയുടെയും ഉറവിടമായാണ് സത്യമായും പരിശുദ്ധനാവും. ആകയാൽ അങ്ങയെ ആത്മാവാൻ മനോഹരം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കി. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമരശാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകും. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുക. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്തു. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവീർപ്പും ഓർത്തുകൊണ്ട് അങ്ങയത്തിന് മുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹനാ തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങയെ കർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിനും രക്തത്തിനും അങ്ങയെ ഞങ്ങളെ പരിശുദ്ധാത്മാവുമായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങയെ സഭയോർക്കണമേ. ഞങ്ങളുടെ പാപ്പായോടും രൂപതാധ്യക്ഷനായ അംബ്രോസ് മെത്രാനോടും എല്ലാ വൈദികരും സന്യസ്തരും സകല വിശ്വാസികളും ഉൾപ്പെടെ സഭയെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണം. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരിയും സഹോദരന്മാരെയും ബന്ധുമിത്രങ്ങളെയും ഉപകാരികളെയും അങ്ങേക്ക് പ്രിയങ്കരമാവുന്ന ജീവിതം നയിച്ച് ഈ ലോകത്തിൽ നിന്ന് വിടുവാങ്ങിയ സകലരെയും അങ്ങോർക്കുകയും അങ്ങയുടെ തേജോമയമായ തിന്മുഖം ദർശിക്കുവാനുള്ള ഭാഗ്യമറിയുകയും ചെയ്തു. ഞങ്ങൾ എല്ലാവരും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപരിശുദ്ധ യോസേപ്പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സർവശക്തരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേപ്പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകും. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ദൈവത്തിൽ എല്ലാ ബഹുമതിയും ആരാധനയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് എത്തിച്ചേർന്ന സ്വർഗസ്ഥനായ നമ്മുടെ പിതാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ. അന്നത്തെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാരം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും നല്ല രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ
രക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അപ്പോസ്തലന്മാരുടെ വിളിച്ചുള്ള കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങൾ അങ്ങേ സഭയുടെ വിശ്വാസത്തന്മാർക്ക് അങ്ങനത്തിലുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണം. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളത്. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായി. നിങ്ങൾ പരസ്പര സമാധാനം ആശംസിക്കും. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തെ കുഞ്ഞാടേ ഞങ്ങളെ നീക്കണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തെ കുഞ്ഞാടേ ഞങ്ങളെ നീക്കണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവർ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കുക. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നിത്യജീവിതത്തിനായി നമ്മെ സംരക്ഷിച്ചു. ദൈവമേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായി എന്നും സ്വസ്ത്രങ്ങൾ. പാരിതിന്നതി നാഥനാമങ്ങേ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസ്വർഗ്ഗപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാകെ. ദൈവദൂതന്മാരേവരും പിന്നെ സ്വർഗവാസികൾ സർവരും സ്വർഗവും വാനദൂതവൃന്ദവും സ്വർഗസംഗീതം ഇടുന്നു. സൈന്യാധീശനാം ദൈവം സംശുദ്ധൻ, സംശുദ്ധൻ, നിത്യം സംശുദ്ധൻ. ഭൂവും വാനവും തന്മഹിമയാൽ തിങ്ങിടുന്നല്ലോ സന്തതം. ശ്രീയും ദിവ്യപ്രേക്ഷിതർ തന്നെ ദിവ്യന്മാർ വേദസാക്ഷികൾ നിത്യാനന്ദ പ്രതാപവാനങ്ങി വാഴ്ത്തിടുന്നു നിരന്തരം. നിസ്തുലൻ പ്രഭാപൂരിതൻ താതാ നിത്യനാം ഏകസൂനവേ. പാവനാത്മ പ്രിയ ദൈവമേ, സ്തോത്രമെന്നോമെന്നേക്കുമേ. ലോകമാകവേ പാവനം സഭ കീർത്തിക്കും നന്ദി സാദരം. പ്രാഭവമേഴും രാജനാമേ ക്രിസ്തുനാഥ മഹോന്നത. ഉന്നതനായ താതൻ തന്നോട് ദിവ്യനാം സുനവാണു നീ. മർത്യരക്ഷയ്ക്കായി കന്യകയെ നീ അങ്ങ് മണ്ണിലെ ജാതനായി.
നാഥാനിൻ ശരണങ്ങളെ ആശിസേരണേ നിത്യവും. നീ ഭരിക്കുക നിൻ ചരങ്ങളെ ഉന്നതീവർഗ്ഗികളെ. നിത്യവും ഞങ്ങളങ്ങേ വാഴ്ത്തും നിൻ പാവന നാമവും സദാ. ഇന്നു ഞങ്ങളെ പാപമേക്ഷ നിന്നനുഗ്രഹം നൽകണേ. ആശ്രയിച്ചിവർ തീവ്രമായ തിങ്ങും കാരുണ്യം പുൽകുവാൻ അർപ്പിച്ചു നിന്നിൽ ആശ സർവ്വം. ലക്ഷ്യം രക്ഷിക്കയില്ല ഞാൻ. വൈദികർക്കുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങേ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്ന അവിടുത്തെ അവിശുദ്ധരായ വൈദികരെ ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ വിശദീകരണത്തിനും സുവിശേഷ ജീവിതത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് യാതൊരു ആപത്തും കൂടാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ തിരുശരീരം ദിവസം തോറും സംഭവിക്കുന്ന അവരുടെ അവിശുദ്ധകരങ്ങൾ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തുകൊള്ളണമേ. അങ്ങേ ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹിനീയ മുദ്ര വധിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങൾ അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ സംരക്ഷിക്കട്ടെ. അങ്ങയോടുള്ള വിശ്വസ്തതയും എന്നെ ജീവിക്കുവാൻ അങ്ങയുടെ അനുഗ്രഹം സമൃദ്ധമായി അവർക്ക് ലഭിക്കുമാറാകട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും വരത്തെ നിത്യസൗഭാഗ്യവും അനുഭവിക്കുവാൻ ഇടവരട്ടെ. ലോകരക്ഷകനായ ഈശോയെ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും അങ്ങേ അമൂല്യമായ തിരക്തപൂശി എപ്പോഴും വിശദീകരിക്കുകയും കാത്തോളുകയും ചെയ്യണമേ. ആമേൻ. വൈദ്യരാജ്ഞ പരിശുദ്ധ അറിയമേ. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ മോനിക്കയുടെ തിരുനാളിൽ ഞങ്ങൾ സ്വീകരിച്ച അങ്ങയുടെ ദാനങ്ങളാൽ സംപൂരിതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവയുടെ ഫലങ്ങളാൽ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും അവയുടെ സഹായത്താൽ ഞങ്ങൾ ശക്തിപ്പെടുകയും ചെയ്യുവാൻ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളുക. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന്റെ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുകയും ദിവ്യപൂജ സമാപിച്ചു. വിശുദ്ധ ജോസഫ് പിതാവിനുള്ള പ്രാർത്ഥന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കരയുന്നവർക്ക് ആശ്വാസവും കേഴുന്നവർക്ക് ആശ്രയമാകുവാൻ ലോകത്തിൽ അവതരിച്ച കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. പശ്ചാത്തലിക്കുന്ന ഭാവികൾക്ക് പാപമോചനം നൽകി സ്വർഗ്ഗകവാടം തുറന്നു തരുവാൻ ആഗതനായ ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും ദയാനിധിയുമായ ദൈവമേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ മിശിഹായുടെ വളർത്തുപിതാവും പരിശുദ്ധ യാമനത്തിന്റെ ഭർത്താവുമായ വിശുദ്ധ യോസേഫ് പിതാവിനെ
ഞങ്ങൾക്കെല്ലാം സഹായമാകുന്ന മധ്യസ്ഥനായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയതും തിരുക്കുടുംബത്തിലെ പാതകൻ നന്മ മധ്യസ്ഥന്മാർ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രമിക്കണമെന്ന് നിത്യമായി ജീവിച്ചു വാഴ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നവനാഴ്ചകൾ ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔഷധത്തെ തിരുക്കുടുംബത്തിൻ്റെ പാലകൻ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ കാവൽക്കാരനായ അങ്ങേ പക്കൽ ഞങ്ങളിതാ അങ്ങയും മഹാവിരക്തനും നീതിമാനുമായ അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. അന്യമദേശത്തിലെ രോഗവും മരണവും തെറ്റിദ്ധാരണകളും പ്രയാസങ്ങളും ഇല്ലാതാകുന്നതിന് ഞങ്ങളറിയും. നല്ല മരണം നൽകുന്നതിന് കന്യകൾക്ക് കാവലാകുന്നതിന് കഴിവുള്ള അങ്ങയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല. തിരുക്കുടുംബപാലകനായ മഹാവിശുദ്ധനെ തെറ്റിദ്ധാരണകളിലും കലുഷിതമായ ഭിന്നതകളിലും ഞങ്ങളുടെ കുടുംബാന്തരീക്ഷം സദൃശമാകാതെ അങ്ങ് പരിരക്ഷിക്കണമേ. ദാമ്പത്യ ജീവിതത്തിൻ്റെ ചുമതലകൾ വിശുദ്ധതയോടെ നിറവേറ്റുവാൻ മക്കളെ ദൈവത്തിൽ ഇഷ്ടപ്പെട്ടവരായി പുണ്യത്തിൽ വളർത്തുവാൻ മാതാപിതാക്കന്മാരെ സഹായിക്കണം. അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങളെന്നും കൃതജ്ഞതയോടെ പ്രകീർത്തിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന നന്മകൾ നമ്മുടെ വ്യക്തിപരമായുള്ള എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ വിശുദ്ധപിതാവിന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് സമർപ്പിക്കും. കുടുംബങ്ങളുടെ സംരക്ഷകനായ വിശുദ്ധപിതാവ് നമ്മുടെ എല്ലാവരെയും കുടുംബങ്ങളെ സംരക്ഷിക്കുക. പലവിധ രോഗങ്ങളാണ് ഹോസ്പിറ്റലിൽ പോകാനാണ് തയ്യാറെടുക്കുന്നവരെയും പലവിധ ചികിത്സകളിൽ ബുദ്ധിമുട്ടുന്നവരെയും വിശുദ്ധപിതാവിന്റെ മധ്യസ്ഥം വഴി സമർപ്പിക്കാം. കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹൃദയശുദ്ധി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിങ്ങൾക്ക് മാത്രമാണ്. ദൈവത്തിന് നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് ആവശ്യങ്ങൾ വിശ്വസിപ്പിതാവിന്റെ മാധ്യസ്ഥം വഴി ദൈവകരത്തിൽ സമർപ്പിക്കാം. മക്കളെ നല്ലവരായ വളരുവാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കാം. അത് ബുദ്ധിയെ ബോധത്തെ പ്രകാശിപ്പിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കും. കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അധ്വാനിക്കുന്ന മാതാപിതാക്കളുടെയും മക്കളുടെയും അധ്വാനത്തിന് ഫലം ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് സാധിച്ചു തരാൻ ഞങ്ങളുടെ ആത്മശരീരങ്ങൾ ഞങ്ങൾക്കുള്ള സകലരും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ആശ്വാസവും ഉത്കണ്ഠകളിൽ സമചിത്തതയും സംശയങ്ങളിൽ വിവേകവും പ്രലോഭനങ്ങളിൽ വിജയവും അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ സഹായത്താൽ ജീവിതകാലത്തോടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവസ്നേഹത്തിൽ അഭിവൃദ്ധിപ്പെടുവാൻ അവസാനം നന്മകൾ ലഭിച്ച് അങ്ങയോടും വളർത്തുകുമാരനായ യേശുവിനോടും കൂടെ നിത്യമായി വാഴുവാനായ ഭാഗ്യം ഞങ്ങൾക്ക് നേടിത്തരണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ ദിവ്യപുത്രനും ഞങ്ങളുടെ രക്ഷകമായ ക്രിസ്തുവിന്റെ വളർത്തുപിതാവും തിരുക്കുടുംബത്തിന്റെ പാഠകരമായ യോസപിതാവും വിശേഷ പുണ്യങ്ങളാൽ അത്ഭുത പ്രവർത്തനം വരുത്താൻ ധന്യരാകുന്നത് അങ്ങ് തിരുവിടമായ അങ്ങേ കൃപാകരാക്ഷത്താൽ വിശുദ്ധന്റെ മാധ്യസ്ഥ്യം വഴി ഞങ്ങൾ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് സ്വർഗത്തിൽ കൃത്യമായി ജീവിക്കുകയും മാറുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാ രോഗികളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹായ കർത്താവിന്റെ നാമത്തിൽ കർത്താവെ എന്റെ പ്രാർത്ഥന കേൾക്കണം. കർത്താവ് എന്നോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കൃപാനിധിയായ ദൈവമേ, ശാരീരികാസ്വസ്ഥ്യം മൂലം ക്ലേശിക്കുന്ന അങ്ങയുടെ മക്കളെ പ്രാർത്ഥന ഞങ്ങളുടെ പീഡകളും സഹനങ്ങളും വഴി ഞങ്ങൾ കൂടുതൽ പവിത്രീകൃതരാകുവാനും അങ്ങേ കാരണത്തിൽ വേഗം രോഗവിമുക്തരാകുവാനും അനുഗ്രഹിക്കണമേ. ഈ അനുഗ്രഹങ്ങൾ അങ്ങേ തിരുക്കുമാരന്റെ വളർത്ത പിതാവും ഞങ്ങളുടെ മധ്യസ്ഥമായ പിതാവ് വഴി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തുവിനെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടവരെ ഈശ്വരിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അങ്ങ് ദിവ്യമാതാവിന്റെ വിദഗ്ധ ഭർത്താവായ പിതാവിന്റെ വിസ്മയാവഹമായ യോഗ്യത നിർദ്ദേശിച്ചതിനാൽ ഞങ്ങൾക്ക് സ്വയം അപ്രാപ്യമായ ഈ യാചനകളൊക്കെയും സാധിച്ചു തരണം എന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ പ്രാർത്ഥന. കൃപാനിധിയായ ദൈവമേ, ക്ലേശകരും രോഗാതുരരും നിസ്സഹായമായ അനേകർ അങ്ങേ വത്സലപുത്രന്റെ വളർത്തുപിതാവായ പിതാവിന്റെ പക്കൽ കൂടി അടങ്ങുന്നതെന്ന് കാണുന്നു. ഈ വന്യപിതാവിന്റെ മാധ്യസ്ഥയാചിക്കുന്ന എല്ലാവരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിച്ച് അനുഗ്രഹിക്കുന്നു. അവർ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇടയാക്കണം. നിത്യവും ജീവിച്ചു വാഴുന്ന നമ്മുടെ പ്രാർത്ഥന കേട്ടവരാണ്. കർത്താവ് നിങ്ങളോടുകൂടെ. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ചെയ്ത് അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ഉണ്ടായിരിക്കുകയും ചെയ്ത് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം